ബ്രെഡും മുട്ടയും വെച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടരല്ലേ? എന്നാൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണ് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇതിനായിട്ട് 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചിട്ട് ഇത് വേണം നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രൈ പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ഓയിൽ ചേർക്കാം, പക്ഷേ നെയ്യ് ചേർക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ബ്രെഡായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചിടുക കേട്ടോ. ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. അതും ഇതുപോലെ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കണം. ഇനി രണ്ടാമതൊരു ബ്രെഡ് എടുത്തിട്ട് മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കി കൊടുക്കാവേ. അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. മറിച്ചിട്ട ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടൈമിൽ 2 ബ്രെഡും നന്നായിട്ട് സെറ്റ് ആയിക്കോളും. പിന്നെ അടർന്ന പൂവൊന്നുമില്ല, ഒരു ബ്രെഡ് പോലെ തന്നെ നിൽക്കുകയും ചെയ്യും. അടുത്ത ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കേണ്ട. അത്യാവശ്യം വലിയ ദോശക്കല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരേ സമയം 2ഓ 3ഓ ബ്രെഡ് ഇതുപോലെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നും. ഇനി ഇതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം കൂടി പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.